കൃഷ്ണ. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ് ആരി വർക്കിൻ്റെ. മുന്നത്തെ വീഡിയോയിൽ ആരി ഫ്രെയിമും സ്റ്റാൻഡും ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മുതൽ ആരി സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ആരി വർക്കിൽ ചെയിൻ സ്റ്റിച്ചാണ് പ്രാക്ടീസ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ നീഡിൽ എങ്ങനെയാണ് പിടിക്കുകയെന്ന് പഠിക്കണം. അതുപോലെ നീഡിൽ പ്രാക്ടീസ് ചെയ്യും വേണം. എങ്ങനെയാണ് ടേൺ ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നീഡിൽ പിടിക്കുകയെന്നും നീഡിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടുലിപ്പ് ബ്രാൻഡിൻ്റെ നമ്പർ 40 നീഡിലാണ്. ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുള്ളായത് ടുലിപ്പ് ബ്രാൻഡ് തന്നെയാണ്. ഇതെടുക്കുക. ഈ നീഡിലെടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ കുറച്ച് ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ത്രെഡ് ചുറ്റി വെക്കുക. ഇത് പൈപ്പിംഗ് ത്രെഡ് ചുറ്റിയതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറിൻ്റെ ത്രെഡ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയാലും മതി. നമുക്ക് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റി വെക്കുന്നത്. ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് നീഡിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് കാണാം. ജസ്റ്റ് നീഡിൽ പിടിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഈ കയ്യിലെ വിരലുകളിൽ ഈ 4 വിരൽ മാത്രമേ നീഡിലിനെ ടച്ച് ചെയ്യുള്ളൂ. ഈ ചെറിയ വിരൽ നീഡിൽ ടച്ച് ചെയ്യാറില്ല. ഈ 3 വിരലിൽ നീഡിൽ വയ്ക്കുക. എന്നിട്ട് ഈ തള്ള വിരലും കൊണ്ട് നീഡിൽ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെറുവിരൽ അതിൽ ടച്ച് ചെയ്യില്ല. നമുക്ക് എങ്ങനെയാണോ പിടിക്കുമ്പോൾ ഈ വിരൽ എവിടെ പിടിക്കുമ്പോഴാണ് നമുക്ക് നന്നായി നീഡിൽ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഹോൾഡ് ചെയ്യുക. 3 വിരൽ താഴെയും 1 വിരൽ മുകളിലായിട്ടാണ് വരിക. ചെറുവിരൽ ഇതിൽ ടച്ച് ചെയ്യില്ല. ചെറുവിരൽ ക്ലോത്തിൻ്റെ മുകളിലാണ്, ഫാബ്രിക്കിലാണ് നമ്മൾ ടച്ച് ചെയ്യുക. ഇതുപോലെ 4 വിരലിൽ നീഡിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം നീഡിൽ ഒന്ന് ജസ്റ്റ്, ഇപ്പോൾ ഇത് നീഡിലിൻ്റെ ടിപ്പ് ഇരിക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, ഈ സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ നേരത്തേക്ക് ഞാൻ ടിപ്പ് പഞ്ച് ചെയ്തു. ഇനി നീഡിൽ പൊക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒറ്റ ടേൺ, ഒരു തവണയായിട്ട് ചുറ്റുക. പഞ്ച് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, പഞ്ച് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് പൊക്കുക. ഇത് നന്നായിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ നമുക്ക് ത്രെഡ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിലേക്ക് നീഡിൽ പൊന്തി വരുള്ളൂ. ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് പൊക്കുന്ന സമയത്ത് എവിടെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നീഡിലും ഈ ഫാബ്രിക്കും ഈ ഉടക്കുന്ന ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ നീഡിൽ മുകളിലേക്ക് പൊന്തി വന്നോളൂ. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീഡിലിൻ്റെ ടിപ്പ് വയ്ക്കുക. ജസ്റ്റ് പഞ്ച് ചെയ്യുക. ഈ ജോയിൻ്റ് ആവുന്ന ഈ ടൈമിൽ ഫാബ്രിക്കും നീഡിലും ജോയിൻ്റ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഈ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീഡിൽ മുകളിലേക്ക് പൊന്തും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആദ്യം പഠിക്കുക. അതിന് ശേഷം നമ്മൾ ത്രെഡിലേക്ക് കിടക്കുള്ളൂ. ഇനി നമുക്ക് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നോർമൽ സ്വീം ത്രെഡില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നോർമൽ കോട്ടൻ്റെ സ്വീം ത്രെഡ് യൂസ് ചെയ്തിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം സെറി ത്രെഡിലേക്ക് കിടക്കുക. ഞാനിവിടെ ഒരു കോപ്പർ കളറ് സെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ആദ്യം നോട്ട് ഇടണം. സെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ചില സെറി ത്രെഡിൽ നമുക്ക് സാധാ ത്രെഡ് ചുറ്റുന്ന പോലെ ഇതുപോലെ 2 തവണ വിരലിൽ ചുറ്റിയിട്ട് നമുക്കൊന്ന് പിരിച്ചു കൊടുത്താൽ നോട്ട് വീഴും. ചിലതിൽ നമ്മൾ കെട്ടിടുന്നതിൽ വേറെ രീതിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തത് നമുക്ക് കുറച്ച് കട്ടിയുള്ള ത്രെഡ് ഇതുപോലെ 2ആയിട്ട് ഒന്ന് ഈ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യുക, കെട്ടിട്ട് കൊടുക്കുക. ഇനി അടിയിലേക്ക് ഈ 3 ത്രെഡും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് മേലേക്ക് ഒരു 2 തവണ കെട്ടിട്ടാൽ തന്നെ അത് ഒരു നോട്ടായിക്കോളും.
ഇതുപോലെ അറ്റത്തുള്ള എക്സസ് ആയിരിക്കുന്ന ത്രെഡെല്ലാം ട്രിം ചെയ്ത് കളയാം. ക്ലോത്തിൻ്റെ അടിയിൽ ഇതിങ്ങനെ സ്റ്റക്കായി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു നോട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ത്രെഡ് എങ്ങനെയാണ് പിടിക്കുക നോക്കാം. ത്രെഡ് ആദ്യം ഈ നടുവിലെ 2 വിരലുകളിൽ നോട്ടിട്ട ഭാഗം വെച്ച് തള്ള വിരൽ കൊണ്ട് ആ നോട്ടിനെ പിടിക്കുക. ചൂണ്ട വിരലിൽ ബാക്കിയുള്ള ത്രെഡ് ചുറ്റിയിട്ട് ഫസ്റ്റ് വെച്ച നോട്ടിൻ്റെ കൂടെ ഈ എക്സസ് ആയിരിക്കുന്ന ത്രെഡും കൂടെ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഇങ്ങനെയാണ് ത്രെഡ് പിടിക്കുന്നത്. ത്രെഡ് എപ്പോഴും നമ്മുടെ ഫാബ്രിക്കിന് അടിയിലാണ് വയ്ക്കുക, നീഡിൽ ഫാബ്രിക്കിന് മുകളിൽ. ഇങ്ങനെയാണ് ആരി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടിയിലേക്ക് ഞാൻ ത്രെഡ് മുകളിൽ നീഡിൽ പിടിക്കുന്നത് ഈ 3 വിരലിൽ നീഡിൽ വയ്ക്കുക, എന്നിട്ട് തള്ളം വിരലും കൊണ്ട് പിടിക്കുക. ഇങ്ങനെയാണ് നീഡിൽ. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. നമുക്ക് നീഡിൽ വന്നിട്ട് എങ്ങോട്ടേക്കാണോ പോകേണ്ടത് ആ ദിശയിലോട്ടേക്ക് നീഡിൽ പിടിക്കുക. ഇപ്പോൾ എനിക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എൻ്റെ നീഡിലിൻ്റെ ടിപ്പ് വന്നിട്ട് ആ സൈഡിലേക്കാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇനി അടിയിൽ ത്രെഡ് പിടിച്ചിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ മേലിന് നീഡിൽ പഞ്ച് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കൊളത്തി കൊടുക്കുക. ഈ കൊളത്തി കൊടുക്കുന്ന ഇത് വിട്ട് കഴിഞ്ഞാൽ ഈ ത്രെഡ് മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ നോട്ട് ഫാബ്രിക്കിൻ്റെ അടിയിൽ ഇതുപോലെ ലോക്കാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫാബ്രിക്കിൻ്റെ അടിയിൽ ജസ്റ്റ് ഇത്ര ഒരു സെൻറ്റിമീറ്റർ, 1 ഇഞ്ചല്ല 1 സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് ത്രെഡ് ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ പിടിക്കുക, റൊട്ടേറ്റ് ചെയ്യുക, ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക നീഡിൽ. ഇത്ര മാത്രമാണ് നമ്മൾ അടിവശത്ത് ചെയ്യുന്നത്. നമുക്ക് അടിവശത്തേക്ക് ത്രെഡ് വയ്ക്കാം. നീഡിൽ ഞാനിവിടെ പോകേണ്ട ദിശയിലേക്ക് നീഡിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് പഞ്ച് ചെയ്യാൻ പോവാണ്. പഞ്ച് ചെയ്യാം. അതിനുശേഷം ഞാൻ ത്രെഡ് ഇവിടെ കൊളുത്തി കൊടുത്തു. മുകളിലേക്ക് ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തു. നമുക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് ചെയിൻ വന്നിട്ട് കുറച്ച് ലെങ്ത്തിലിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് സൈസ് കുറച്ച് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഞാൻ ചെയിൻ ഇടാൻ പോകുന്നത്. ഇപ്പോൾ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നീഡിലും താഴത്തെ ത്രെഡും നമ്മൾ സോഫ്റ്റായിട്ട് പിടിക്കുക. അതിനുശേഷം താഴേക്ക് വലിച്ചാൽ ചെയിന് ലെങ്ത്ത് കുറയും. മുകളിലേക്ക് നീഡിൽ വെച്ചിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, ചെയിനിന് ലെങ്ത്ത് കൂടും. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് നീഡിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രിയിൽ വേണം നീഡിൽ എപ്പോഴും പിടിക്കാൻ. അതിങ്ങനെ ചെരിക്കാനോ ഒന്നിനും പാടില്ല. ജസ്റ്റ് നമ്മൾ പഞ്ച് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നീഡിൽ ഞാൻ ചുറ്റി കൊടുത്തു. ഇനി നീഡിലും അതുപോലെ നമ്മുടെ ഈ ത്രെഡും ജോയിൻ്റ് ആവുന്ന ഈ ഫാബ്രിക്കിൽ ടച്ച് ആവുന്ന ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ടേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താവും, ഫസ്റ്റ് നമ്മൾ വെച്ച ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലുള്ള ത്രെഡ് നമുക്കിതിനുള്ളിൽ കൂടെ വന്ന് ഒരു ലൂപ്പും കൂടെ ഫോം ആവും. ഇതേ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ചെയിൻ ഇടുക, ത്രെഡ് ചുറ്റുക, മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇനി വലിച്ചെടുക്കുക. സെയിം ലെങ്ത്തിൽ ചെയിൻ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആരി വർക്കിൽ എപ്പോഴും നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടുകൂടെ ചെയ്യുക. എല്ലാവരും നമ്മൾ വീഡിയോസിൽ ഫാസ്റ്റായി ചെയ്യുന്ന കണ്ടിട്ട് നമ്മളതുപോലെ ഫസ്റ്റ് തന്നെ ചെയ്ത് പഠിക്കരുത്. നമുക്ക് പിന്നീട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂടിക്കോളും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായി വൃത്തിയിൽ ചെയ്ത് പഠിക്കുക. എത്ര ക്ഷമയോടെ എത്ര ടൈം എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നോ അതിനനുസരിച്ചുള്ള നമ്മളെ വർക്കിൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടും. അതും കൂടി നിങ്ങൾ നോക്കുക. സ്പീഡിൽ ചെയ്ത് പഠിക്കാൻ ഇപ്പം തന്നെ നോക്കരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്പീഡും കൂടിക്കോളും. അപ്പോൾ എന്ത് ചെയ്യാം, നീഡിൽ പഞ്ച് ചെയ്യുക, ചുറ്റുക, ട്വിസ്റ്റ് ചെയ്യുക, ത്രെഡ് മുകളിലേക്ക് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ ഇട്ട് പോകുന്നത്. അതിന് ഏതൊരു സ്റ്റിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഇതേപോലെ തന്നെ അടിയിൽ നിന്ന് ചുറ്റി മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് മുകളിലേക്ക് ത്രെഡ് എടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാം. ഇനി എങ്ങനെ നീഡിൽ
ത്രെഡ് ചുറ്റുന്നു, എങ്ങോട്ടേക്ക് നീഡിൽ ട്വിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു ലൈനും കൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ത്രെഡ് നോട്ടിട്ടിട്ട് ഞാൻ അടിയിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, പഞ്ച് ചെയ്തു ത്രെഡ് നീഡിൽ വെച്ച് മുകളിലേക്കൊരു ലൂപ്പ് എടുത്തു. ഇനിയാണ് നമ്മൾ എങ്ങനെ ത്രെഡ് ചുറ്റുന്നു, എങ്ങനെ നീഡിൽ ടേൺ ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ നോക്കുക. നമ്മളിവിടെ പഞ്ച് ചെയ്തു. ഇനി നമ്മൾ നീഡിൽ ചുറ്റുന്നത്, ഇപ്പോൾ എൻ്റെ ഇടത് കൈയിലാണ് ത്രെഡ് ഇരിക്കുന്നത്, വലത് കൈയിലാണ് നീഡിലിരിക്കുന്നത്. അതുപോലെ നിങ്ങളും വയ്ക്കുക. അതിനുശേഷം അടിയിൽ ഞാൻ പറഞ്ഞ പോലെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ത്രെഡ് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് ഇത് ചുറ്റിക്കൊണ്ടുവരാം. അതായത് ത്രെഡ് ചുറ്റുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെ ഈ ഷേപ്പിൽ ത്രെഡ് നീഡിൽ ചുറ്റി കൊടുക്കുക. ഞാൻ എൻ്റെ കൈ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇങ്ങനെ നീഡിൽ ചുറ്റി കൊടുക്കുക. ആ ചുറ്റി കൊടുക്കുന്ന സമയത്ത് അതവിടെ ലോക്കാവും. ഒറ്റ തവണ ചുറ്റിയാൽ മതി, 2 തവണ ചുറ്റണമെന്നില്ല. ഒറ്റ തവണ ഇതുപോലെ ചുറ്റുക. ചുറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നീഡിലും ത്രെഡും ഫാബ്രിക്കിൽ ടച്ച് ആകുന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നീഡിൽ തിരിക്കേണ്ടത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നീഡിൽ നമ്മൾ പിടിക്കുന്നത്. പോണ ദിശയിലേക്ക് എന്ത് ചെയ്തു, നീഡിലിൻ്റെ ടിപ്പ് വെച്ചു. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ നീഡിലൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഒറ്റ തവണ ട്വിസ്റ്റ് ചെയ്ത് വട്ടമിട്ട് കറക്കണ്ട, ഒറ്റ തവണ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഇതാണ് നീഡിൽ ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മാത്രം ഇത് ചെയ്യാം. ഇതേപോലെ പഞ്ച് ചെയ്യാം. ഞാൻ ത്രെഡ് ഇതുപോലെയാണ് ചുറ്റുന്നത്. ഇത് ത്രെഡ് ചുറ്റുന്നത്. ഞാൻ റൈറ്റിലേക്കൂടെ വന്ന് ലെഫ്റ്റിലെത്തി. ത്രെഡ് ചുറ്റി ജസ്റ്റ് ഒന്ന് നീഡിൽ ട്വിസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ത്രെഡ് പഞ്ച് മുകളിലേക്ക് എടുക്കാം. പഞ്ച് ചെയ്തു, ത്രെഡ് ചുറ്റി, ട്വിസ്റ്റ്, നേരെ പൊസിഷനിലേക്ക് തന്നെ വരിക. എന്നിട്ട് വലിക്കുക. അവിടെ നിന്ന് വലിച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ആ ചെയിന് സൈസ് കുറയും, നമ്മളെടുത്ത സൈസിൽ നിന്ന് കുറയും. ഇത് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. ഓക്കെ, ചെയിൻ അവിടെ ഉണ്ട്, നമ്മൾ ചെയ്ത് പോവാണ്. ഇവിടുന്ന് ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഈ ക്ലോത്ത് അഴിക്കുന്ന സമയത്ത് ആ ചെയിൻ നമുക്ക് പ്രോപ്പറായി കിട്ടില്ല, ഫാബ്രിക് ചുരുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് നീഡിൽ വലിക്കുകയേ ചെയ്യരുത്, ഫ്രണ്ടിലേക്ക് നമ്മൾ പോകുന്ന ആ വശത്തേക്ക് ഇങ്ങനെ ത്രെഡ് ഒരിക്കലും വലിക്കരുത്. നേരെ ഫ്രണ്ടിലേക്ക് ത്രെഡ് വലിച്ചു കൊടുക്കുക. അപ്പോഴേ ആ ചെയിൻ അവിടെ നന്നായി ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. പഞ്ച് ചെയ്യുക, ത്രെഡ് ചുറ്റുക, ട്വിസ്റ്റ്, സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. എങ്ങനെയാണോ നമ്മൾ നിന്നത്, നമ്മൾ ആദ്യം പഞ്ച് ചെയ്തത് അതേപോലെ തന്നെ നീഡിൽ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ത്രെഡ് ഇതുപോലെ വലിക്കുക. പഞ്ച് ചെയ്യുക, ത്രെഡ് ചുറ്റുക, നീഡിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, നേരെ പൊസിഷനിലേക്ക് വെച്ചതിന് ശേഷം ത്രെഡ് വലിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ആരിയിൽ ചെയിൻ സ്റ്റിച്ച് ഇടുന്നത്. ഇതിപ്പോൾ വന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തു പോയത്. ഇനി നമ്മൾ നേരെ തിരിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. കാരണം നീഡിൽ ട്വിസ്റ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നുണ്ട്. ത്രെഡ് സെയിം ഇതേപോലെ തന്നെയാണ് ചുറ്റുന്നത്, വരുമ്പോഴും ഇതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റുക. പക്ഷെ നീഡിൽ ട്വിസ്റ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ ചെയിൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെയാണ് നീഡിൽ വെച്ചത്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നീഡിലിൻ്റെ ടിപ്പ് ഏത് വശത്തേക്ക് തിരിച്ച് വെക്കണം, നമ്മൾ വരുന്ന വശത്തേക്ക് തിരിച്ച് വെക്കണം. ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് അതിന് നീഡിലിൻ്റെ ടിപ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
പഞ്ച് ചെയ്യാം. പഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ത്രെഡ് റൊട്ടേറ്റ് ചെയ്യാം, മുകളിലേക്ക് ലൂപ്പ് എടുത്തു. സെയിം ഇതേപോലെ തന്നെയാണ് ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സൈഡിൽ കാണിക്കാം. ത്രെഡ് വന്നിട്ട് ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. നീഡിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ച് ചെയ്യുക. ത്രെഡ് ഞാൻ ചുറ്റി മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് റൈറ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് നേരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ത്രെഡ് വലിച്ചെടുക്കുക. റൈറ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്തു, നീഡിൽ നേരെ വരുന്ന ദിശയിലേക്ക് തിരിച്ച് ഞാൻ ത്രെഡ് വലിച്ചെടുത്തു. ട്വിസ്റ്റ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം, ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്തു, ഇപ്പോൾ റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്തു. പഞ്ച് ചെയ്തു, ത്രെഡ് ചുറ്റി ജോയിൻ്റ് ആവുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് റൈറ്റിലേക്ക് നേരെ ഈ വശത്തേക്ക് തിരിച്ചിട്ട് ത്രെഡ് വലിച്ചെടുത്തു. ഇപ്പം ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങോട്ടേക്ക് പോകുന്നത് പോലെയല്ല, നമ്മൾ ത്രെഡ് ചുറ്റുന്നത് സെയിം അതേപോലെ തന്നെയാണ്, പക്ഷേ നീഡിൽ വന്നിട്ട് അങ്ങോട്ടേക്ക്. ഇത് നീഡിൽ വന്നിട്ട് അങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നീഡിൽ ലെഫ്റ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. എങ്കിലേ നമുക്ക് ഓരോ ഷേപ്പിലേക്ക് നമ്മൾ സ്റ്റിച്ചസ് കൺവേർട്ട് ചെയ്യുമ്പോൾ നീഡിൽ എങ്ങോട്ടേക്ക് ടേൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ നീഡിൽ പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം നോർമൽ ത്രെഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ചുരുങ്ങും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് ത്രെഡ് നീഡിലും പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ്. സ്മൂത്തായിട്ട് ത്രെഡ് നീഡിൽ നോർമൽ ത്രെഡ് ചെയ്തതിന് ശേഷം സറി ത്രെഡിലേക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ നോർമൽ ത്രെഡിൽ എന്തിനാണ് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് സ്ട്രോങ് ആണ് ഈ ത്രെഡിനേക്കാളും. സിൽക്ക് ത്രെഡൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ സെറി ത്രെഡ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോർമൽ ത്രെഡിലാവുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലാദ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സെറി ത്രെഡിലേക്ക് കിടക്കുക, എന്നിട്ട് നമുക്ക് സിൽക്ക് ത്രെഡിലേക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടിപ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആരി വർക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം ചെയിൻ സ്റ്റിച്ചിനെ ബേസ് ചെയ്താണ് ആരി വർക്കിൽ എല്ലാ സ്റ്റിച്ചസും ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ സ്റ്റിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് മൈ ചാനൽ. ബൈ.